മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. 22,000 പ്ലസ് വേക്കൻസിയുമായിട്ട് ഗ്രൂപ്പ് ഡിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നേക്കാണ്. ജനുവരി 31 നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ നിങ്ങളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. മക്കളെ, ഒരു കാര്യം ഓർത്തു വെച്ചേക്കുക. എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത? ചെറിയ വേക്കൻസി അല്ല, 22,000 പ്ലസ് വേക്കൻസി ഉണ്ട്. കഴിഞ്ഞ തവണ 32,000 വേക്കൻസി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ 22,000 വേക്കൻസി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ 22,000 എന്നത് ഒരു ചെറിയ വേക്കൻസി ആയിട്ട് ഒരിക്കലും കണക്കാക്കരുത്. കഴിഞ്ഞ തവണ 5 വർഷങ്ങൾക്ക് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വന്നത്, അതുകൊണ്ട് അത്രയും വേക്കൻസി വന്നു. പക്ഷേ ഇപ്പോൾ 1 വർഷത്തിന് ശേഷം വന്ന നോട്ടിഫിക്കേഷനിലും ഇത്രയും വേക്കൻസി കിടക്കുകയാണ്. ഇതൊരു ചെറിയ വേക്കൻസി അല്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NDPC ഗ്രാജുവേറ്റും NDPC അണ്ടർ ഗ്രാജുവേറ്റും കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ 8,800 വേക്കൻസിയാണുള്ളത്. അതിനേക്കാളും 3 മടങ്ങ് വേക്കൻസിയിലാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്, വെറും 10ാം ക്ലാസ് പാസ്. സോ നിങ്ങൾ 10ാം ക്ലാസ് പാസ് ആയിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പാസ്സായിട്ടുണ്ട്, സോ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വനിതകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അടിപൊളി ഒരു ചാൻസ് ആണ്. ലെവൽ 1 പോസ്റ്റ് ആണ്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും പോലെ ഏറ്റവും താഴെയുള്ള പോസ്റ്റ് ആണ്. അതിനൊക്കെ നമ്മൾ പോണോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. മക്കളെ, ജോലി വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, ലെവൽ 1 പോസ്റ്റ് ആയാലും നിങ്ങൾ കയറുന്ന സമയത്ത് പുതിയ പേ കമ്മീഷൻ വരും. അതുകൊണ്ട് തന്നെ ആദ്യം കയറുമ്പോൾ തന്നെ ഏതാണ്ട് 40,000 പ്ലസ് സാലറി നിങ്ങൾക്ക് മേടിക്കാം. ഇവിടെ 40,000 പ്ലസ് സാലറി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സാലറി അല്ല. ഇപ്പൊ കേരള PSCയുടെ ഏറ്റവും ഗ്ലാമറസ് ആയ ഒരു പോസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ എക്സാമിന് നമ്മൾ ക്രാക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആദ്യം കിട്ടുന്ന സാലറി 36,000 37,000 ആദ്യം കിട്ടുന്ന. അതിനേക്കാളും കൂടുതൽ സാലറിയിലാണ് നിങ്ങൾ പ്ലേസ്ഡ് ആവാൻ പോകുന്നത്. മാത്രമല്ല, നമുക്കൊരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ +2 ആണ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ്, അല്ലെങ്കിൽ ബിടെക് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മേലിലോട്ട് പോകാൻ പറ്റും. പെട്ടെന്ന് കരിയർ മേലിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ആദ്യത്തെ കുറച്ച് ദിവസം ബുദ്ധിമുട്ട് മാത്രമേ കാണത്തുള്ളൂ. സോ എല്ലാവരും ഈ പോസ്റ്റിന് മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്തോ. ഒരിക്കൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ. ഏതാണ്? അവസരങ്ങളാണ്. ഈ അവസരത്തെ ഒരിക്കലും നമ്മുടെ കുട്ടി മിസ് ചെയ്യരുത്. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സൂപ്പർ നോട്ട്സിന്റെ SSC RRB എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ. ഇവിടെ നിങ്ങൾ ഈ ചാനൽ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. ഏറ്റവും നല്ല കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ്സാക്കത്തില്ല, ഒരു ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മിസ്സാക്കത്തില്ല. എപ്പോഴും എല്ലാ എക്സാമുമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന ഫസ്റ്റ് ഡോക്യുമെന്റ്, നിങ്ങളൊരു OBC കാറ്റഗറി ആണെങ്കിൽ, അതർ ബാക്ക്വേർഡ് ക്ലാസ് കാറ്റഗറി ആണെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും ഈ OBC NCL സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ അതിനകത്ത് വെക്കണം. സർട്ടിഫിക്കറ്റ് നമ്പറും കൂടെ അതിനകത്ത് കൊടുക്കണം. ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഏജ് റിലാക്സേഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ കട്ട് ഓഫിലെ കുറവായിക്കോട്ടെ, അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന്, എന്താണ് ഈ OBC NCL സർട്ടിഫിക്കറ്റിന്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമുക്ക് റിസർവേഷന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് കട്ട് ഓഫിലെ കുറവാണ് ഒന്നാമത്തെ ഫാക്ടർ. 2, ഈ പലരും വിചാരിക്കും ജനറൽ കാറ്റഗറിക്ക് സീറ്റ് കൂടുതലല്ലേ, OBCക്ക് സീറ്റ് കുറവല്ലേ, അപ്പൊ ഞാൻ UR അങ്ങ് വെച്ചാൽ പോരെ. അങ്ങനെയല്ല മക്കളെ. UR കാറ്റഗറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശപ്പെടാൻ പറ്റുന്ന കാറ്റഗറിയാണ്. അതായത് OBC ആണായ നിങ്ങൾക്ക് പോലും ഏതിനകത്ത്, അതായത് എല്ലാവർക്കും, OBC ആയിക്കോട്ടെ, SC SC ആയിക്കോട്ടെ, എല്ലാവർക്കും ഏതിനകത്ത് ക്ലെയിം ചെയ്യാൻ പറ്റും? URനകത്ത് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ OBC കൂടെ വച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടും. ഞാനത് ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നപ്പോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ബെനിഫിറ്റ്സ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാൻ ഇനി അതിലോട്ട് പോകുന്നില്ല, നമുക്കത് അവസാനം പറയാം. നോക്കാം, ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നപ്പോ ഏജ് ലിമിറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്, 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1993 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. OBC ആണെങ്കിൽ 2/1/1990 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. SC ST ആണെങ്കിൽ 2/1/1988 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ് ആണ് ക്വാളിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഏജ് റിലാക്സേഷൻ പോലും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് 4 ദിവസം മാത്രം മതി ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ OBC ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് മേടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക്
നമുക്ക് പോവാം. കേരളത്തിലാകെ 83 OBC കമ്മ്യൂണിറ്റീസ് ആണ് ആകെ ഉള്ളത്. ഈ കാണുന്നതാണ് അതിന്റെ ലിസ്റ്റ് ആയിട്ട് വരുന്നു. ഞാൻ സൂപ്പർ നോട്ട്സിന്റെ SSC RRB ടെലിഗ്രാം ചാനലിൽ ഇതിട്ടേക്കാം. അപ്പോൾ ആരൊക്കെയാണ് OBC ഇതിൽ വരുന്ന അവർക്കെല്ലാം നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇവൻ ഞാൻ OBC കാറ്റഗറി ആണോ അങ്ങനെയൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് ഈ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ ലിസ്റ്റിനകത്ത് വരുന്ന എല്ലാവരും OBC കാറ്റഗറിയാണ്. ഓക്കെ, കേരളത്തിലാകെ 83 OBC കാറ്റഗറി ആൾക്കാരാണ് ആകെ വരുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബെനിഫിറ്റ് എന്താണ്? കട്ട് ഓഫിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടോ? മക്കളെ, ഇത് കഴിഞ്ഞ 2022 അതായത് 2019 നോട്ടിഫിക്കേഷൻ റിസൾട്ട് വന്നപ്പോൾ 2022 2022 കട്ട് ഓഫ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. 2022 കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 60.95 മാർക്കാണ്. 60.95 മാർക്ക്. SC ആണെങ്കിൽ 49.89 മാർക്കാണ് കട്ട് ഓഫ്. SC ആണെങ്കിൽ 43.58 മാർക്കാണ് കട്ട് ഓഫ്. നോക്കുക, OBC ആണെങ്കിൽ 55.65 മാർക്കാണ് കട്ട് ഓഫ്. അതായത് ജനറൽ കാറ്റഗറിയെക്കാളും എത്ര മാർക്കിന്റെ കുറവുണ്ട്? 5 മാർക്കിന്റെ 5.3 മാർക്കിന്റെ ഡിഫറൻസ് ആർക്കുണ്ട്? OBCക്കുണ്ട്. ഒരു എക്സാമിന് 5 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഈ പലരും OBC NCL സർട്ടിഫിക്കറ്റ് മേടിക്കാൻ മടിക്കുന്ന റീസൺ ഒന്നിതാണ്. അവർ നോക്കുമ്പോൾ ഇപ്പോ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, സപ്പോസ് സങ്കല്പിച്ച് UR കാറ്റഗറി ആണെങ്കിൽ ഒരു 500 വേക്കൻസി ഉണ്ടെന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു. പക്ഷേ OBC നോക്കുകയാണെങ്കിൽ OBCക്ക് ആകെ ഒരു 250 വേക്കൻസിയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കും, ജനറൽ വയ്ക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യത്തില്ല, OBC വയ്ക്കത്തില്ല. അപ്പൊ അവിടെ മനസ്സിലാക്കുക, സുപ്രീം കോടതിന്റെ ഒരു റൂളിംഗ് തന്നെയുണ്ട്. ഈ വരുന്ന 50% എന്ന് പറയുന്ന അല്ലെങ്കിൽ 40% എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങളിപ്പോ ജനറലിനെക്കാളും കട്ട് ഓഫ് നിങ്ങൾ മേളിലോട്ട് കയറ്റി വെച്ചു, URനെക്കാളും കട്ട് ഓഫ് നിങ്ങൾ മേളിലോട്ട് കയറ്റി വെച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യുന്നത്? UR കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യുന്നത്, OBC അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് UR കോട്ട നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇനി അതേസമയം ഏജ് റിലാക്സേഷന് വേണ്ടിയിട്ടാണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾ റിസർവേഷന്റെ ബെനിഫിറ്റ് ഒരു സമയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു 34 വയസ്സുള്ള ഒരാളാണ്, 35 വയസ്സുള്ള ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ OBC ആണെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റ് വേണം? OBC NCL സർട്ടിഫിക്കറ്റ് വേണം. അവിടെ നിങ്ങൾക്ക് റിസർവേഷന്റെ ബെനിഫിറ്റ് ഒരു തവണ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കട്ട് ഓഫിൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ആർക്കുണ്ട്? ഈ OBC NCL സർട്ടിഫിക്കറ്റിനുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത് നോക്കാം, ഒരാള് OBC NCL സർട്ടിഫിക്കറ്റ് അയാൾക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് അയാൾക്ക് വേണ്ട യോഗ്യതകൾ? നമുക്ക് നോക്കാം. ഒന്ന്, പുള്ളി ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. നമ്മളെല്ലാം ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ്, ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കാണിച്ച 83 ലിസ്റ്റ് ഇല്ലേ, കേരളത്തിലുള്ള 83 OBC കമ്മ്യൂണിറ്റി ലിസ്റ്റ്, ആ ലിസ്റ്റിൽപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പർ ആയിരിക്കണം നമ്മൾ. രണ്ടാമത്തെ കണ്ടീഷൻ അതാണ്. അത് കഴിഞ്ഞ് ആനുവൽ ഇൻകം, നമ്മുടെ കുടുംബത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും ആനുവൽ ഇൻകം 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. എത്ര? 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. അവിടെ മനസ്സിലാക്കുക, അഗ്രികൾച്ചറൽ ഇൻകം 8 ലക്ഷത്തിന് മേലിലായാലും പ്രശ്നം വരത്തില്ല. അല്ലാതെ സാലറി ആണെങ്കിൽ മാത്രമേ അവിടെ ഒരു ഇഷ്യൂ വരത്തുള്ളൂ. അച്ഛന്റെയും അമ്മയുടെയും ബാക്കി ഫാമിലിയുടെ വരുമാനം 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ അതാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ് എ. നിങ്ങൾ അച്ഛനും അമ്മയും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഗ്രൂപ്പ് A ആണെങ്കിലോ ഗ്രൂപ്പ് B ആണെങ്കിലോ നോർമലി അവര് ക്രീമി ലെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. NCL ലിസ്റ്റിനകത്ത് വരത്തില്ല. അപ്പൊ ഇത്രയുമാണ് ക്രൈറ്റീരിയ. 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. അച്ഛനും അമ്മയെ ഗ്രൂപ്പ് A B ഓഫീസർ ആവാൻ പാടില്ല. മാത്രമല്ല ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ OBC കമ്മ്യൂണിറ്റി പെട്ട ഒരാളായിരിക്കണം. അങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ OBC NCL സർട്ടിഫിക്കറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ കാണുന്നതാണ് റെയിൽവേയുടെ OBC NCL സർട്ടിഫിക്കറ്റ്. ഇതാണ് നോട്ടിഫിക്കേഷൻ അകത്ത് കിടക്കുന്ന ഫോർമാറ്റ്. അപ്പൊ ഇതേ ഫോർമാറ്റ് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഫോർമാറ്റ് ഏതായാലും വേറെ പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, നമ്മുടെ PSCക്ക് വേണ്ടി നമ്മൾ മേടിക്കുന്ന, PSC എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിക്കുന്ന ആ OBC NCL സർട്ടിഫിക്കറ്റ് അല്ല ഇത്. അതല്ല നമുക്ക് വേണ്ടത്. അവിടെ സൈൻ ചെയ്യുന്നത് വില്ലേജ് ഓഫീസർ ആയിരിക്കും. പക്ഷെ ഇവിടെ സൈൻ ചെയ്യുന്നത് ഏറ്റവും താഴെയുള്ള ഓഫീസർ ആരായിരിക്കണം? തഹസിൽദാർ ആയിരിക്കണം. ഓക്കെ, തഹസിൽദാർ. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതാർക്കാണ് കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞ ഇൻകം എത്രയാണ്, അച്ഛന്റെ പേര്, ഡേറ്റ് എന്നാണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ആരിൽ നിന്നാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്? ഒന്ന് കിടപ്പുണ്ട്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. ഓക്കെ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആവാം. അത് കഴിഞ്ഞ അടുത്ത രണ്ടാമത് ഇവിടെ കിടപ്പുണ്ട് അഡീഷണൽ മജിസ്ട്രേറ്റ്, അതേപോലെ തന്നെ കളക്ടർ, അത് കഴിഞ്ഞ ഡെപ്യൂട്ടി കമ്മീഷണർ, അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ, ഡെപ്യൂട്ടി കളക്ടർ, ഫസ്റ്റ് ക്ലാസ് സ്റ്റൈപ്പൻഡറി മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, താലൂക്ക് മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, എക്സ്ട്രാ, അങ്ങനെ ഒക്കെ എക്സ്ട്രാ കിടപ്പുണ്ട്. ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ്, അഡീഷണൽ ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ്, പ്രസിഡന്റ്
vacancy magistrate, revenue officer not below to the rank of Tahsildar and സബ് ഡിവിഷണൽ ഓഫീസർ. ഏറ്റവും താഴെ കിടപ്പുണ്ട് തഹസിൽദാർ. നമ്മളിപ്പോ മജിസ്ട്രേറ്റിന്റെ ഒക്കെ അടുത്ത് പോയാൽ നമുക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല, പുള്ളി നമുക്ക് കിട്ടിയതിനു ശേഷം മാത്രം പറയാം. പക്ഷെ ഇവിടെ കേരളത്തില് സാധാരണ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? തഹസിൽദാറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരിട്ട് പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല, നമുക്ക് അക്ഷയയിലൂടെ അപേക്ഷിച്ചാൽ മതി. അക്ഷയയിലൂടെ അപേക്ഷിച്ചാൽ ഒരു 4-5 ദിവസത്തിനകത്ത് വെച്ച് നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടും. അത് തഹസിൽദാറുടെ സൈൻഡ് മീൻസ് സൈൻഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലാതെ നേരിട്ട് തഹസിൽദാർ സൈൻ ചെയ്ത് തരത്തൊന്നുമില്ല. പകരം പുള്ളിയുടെ സൈൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. വാലിഡ് ആണ്. ഓക്കെ, IT ആക്ട് പ്രകാരം അത് വാലിഡ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് അക്ഷയയിലൂടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അല്ലാതെ നേരെ നമ്മൾ താലൂക്ക് ഓഫീസിൽ പോയി പുള്ളിയുടെ ഡയറക്റ്റ് ഒപ്പിനെ മേടിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, അടുത്തുള്ള അക്ഷയയില് അപേക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സർട്ടിഫിക്കറ്റിന്റെ നമ്പർ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. സോ സർട്ടിഫിക്കറ്റിന്റെ നമ്പറിനാണ് അവിടെ പ്രാധാന്യമായിട്ട് വരുന്നത്. അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്താണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് അത് വെരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ ഇപ്പോ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, പകരം സർട്ടിഫിക്കറ്റ് നമ്പർ ആണ് നമുക്ക് വേണ്ടത്. സോ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ കിട്ടത്തുള്ളൂ. അപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് വേണം? OBC NCL സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. സാധാരണ ഒരു PSC എക്സാം ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് OBC സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല, പകരം വെരിഫിക്കേഷൻ സമയത്ത് മാത്രം OBC NCL സർട്ടിഫിക്കറ്റ് മതിയാവും. പക്ഷേ സെൻട്രൽ എക്സാംസിന്, അതായത് SSC എക്സാം ആയിക്കോട്ടെ, റെയിൽവേ എക്സാം ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് സർട്ടിഫിക്കറ്റ് വേണം? OBC NCL സർട്ടിഫിക്കറ്റ് വേണം. അതിന്റെ വാലിഡിറ്റി ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ് അതിന്റെ വാലിഡിറ്റി വരുന്നത്. PW സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, NCL സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, വാലിഡിറ്റി ഒക്കെ ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത് നമുക്ക് നോക്കാം ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. സോ OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം? ഒന്ന്, SSLC സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ലാൻഡ് ടാക്സ് റെസീപ്റ്റ് വേണം. ഓക്കെ, കരമടച്ച നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ കരമടച്ച റെസീപ്റ്റ് വേണം. അത് കഴിഞ്ഞ് റേഷൻ കാർഡ് വേണം. ദെൻ അത് കഴിഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും സാലറി സർട്ടിഫിക്കറ്റ് വേണം. ഇനി അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയി അല്ല, അച്ഛനും അമ്മയും സാലറീഡ് അല്ല, അവർക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ സാലറി സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നില്ല. പകരം ഏത് മാത്രം മതിയാവും? റേഷൻ കാർഡ് മാത്രം മതിയാവും. കാരണം റേഷൻ കാർഡിനകത്ത് നമ്മുടെ വാർഷിക വരുമാനം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് ഒരു ഇൻകം പ്രൂഫ് ആയിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ആധാർ കാർഡും കൂടെ വേണം. ഇത്രയും ഡോക്യുമെന്റ്സ് മാത്രം മതി. അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അച്ഛന്റെ അമ്മയുടെ എല്ലാം മറിച്ച് നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അച്ഛന്റെയും അമ്മയുടെയും പേരിലെ സ്ഥലമുണ്ട് എങ്കിൽ, ഇല്ല എങ്കിൽ കുഴപ്പമില്ല, സ്ഥലമുണ്ട് എങ്കിൽ അതിന്റെ കരമടച്ച റെസിപ്റ്റ് വേണം. അവസാനത്തെ വർഷം കരമടച്ച റെസിപ്റ്റ് വേണം. റേഷൻ കാർഡിന്റെ ഒരു കോപ്പി വേണം. അച്ഛനും അമ്മയും സാലറീഡ് ആണെങ്കിൽ അവരുടെ ഒരു സാലറി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നിങ്ങളുടെ ഒരു ആധാർ കാർഡ് വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ട് എന്ത് ചെയ്യാം? OBC NCL സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാം. ഓർത്തു വെച്ചേക്കുക, അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അവരോട് പറയണം ഇത് PSC എക്സാമിന് വേണ്ടിയിട്ടല്ല, മറിച്ച് സെൻട്രൽ എക്സാംസിന് വേണ്ടിയിട്ടാണ്, റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ടാണെന്ന് അവരോട് മെൻഷൻ ചെയ്യണം. എന്നാലേ അവർ തഹസിൽദാർ അപ്രൂവ്ഡ് ആയിട്ടുള്ള പുള്ളിയുടെ സൈനുള്ള സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന ഡിസ്ട്രിക്ട് എന്ന വെബ്സൈറ്റ് വഴിക്ക് നിങ്ങൾക്ക് ഒരു 3-4 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ഫോണിനകത്ത് മെസ്സേജ് വരും. അതിനകത്ത് ലിങ്ക് കാണും, കയറി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് OBC NCL സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്. ഓക്കെ, ഒരുപാട് പ്രയോജനമുണ്ട്. ഏജ് റിലാക്സേഷൻ കിട്ടും, കട്ട് ഓഫ് കുറവായിരിക്കും, പെട്ടെന്ന് നിയമനം കിട്ടും, അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ OBC NCL കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോടാം. അവിടെ സൂപ്പർ നോട്ട്സിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഗ്രൂപ്പ് ഡിയുടെ സൂപ്പർ നോട്ട്സിന്റെ പുതിയ ബാച്ചാണ് അശ്വ ബാച്ച്. അപ്പൊ ഈ അശ്വ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും, ഏറ്റവും നല്ല നോട്ട്സ് ആയിരിക്കും. ഒരു ടെസ്റ്റ് പാക്ക് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, മൈക്രോ നോട്ട്സ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അങ്ങനെ എല്ലാം നിങ്ങളുടെ വിജയത്തിനായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം തന്നെ ഈ ബാച്ചിനകത്തുണ്ട്. ഏറ്റവും നല്ല ക്ലാസ് ആയിരിക്കും, ഏറ്റവും നല്ല നോട്ട്സ് ആയിരിക്കും. ഒരു സപ്പോർട്ടിനായിട്ട് ഒരു കിടിലൻ ടീം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. അത് ഫിൽ ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തോ. അല്ല എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാ. 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. എന്നിട്ട് സൂപ്പർ നോട്ട്സിനെ ഫോളോ ചെയ്തോ. സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനൽ, സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം, സൂപ്പർ നോട്ട്സിന്റെ ഇൻസ്റ്റാ പേജ് എല്ലാം ഒന്ന് ഫോളോ ചെയ്തോ. ഒരു അപ്ഡേറ്റ് നിങ്ങൾ മിസ്സാക്കത്തില്ല. എപ്പോഴും ഒരു അടിപൊളി ടീം നിങ്ങളുടെ കൂടെ കാണും. അപ്പോൾ അപ്ലൈ ചെയ്തോ. എന്നിട്ട് അടിപൊളിയായിട്ട് പഠിച്ചോണയ്ക്കുക. നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ക്ലാസ്സിൽ കാണാം മക്കളെ. താങ്ക് യു.